യങ്സ്റ്റേഴ്സിന് പൊതുവെയുള്ള കുറച്ച് കൺസേൺസ് ഉണ്ട്. ലിവിങ് ടുഗെദർ ഐഡിയൽ ആണോ, ലിവിങ് ടുഗെദർ വഴി ഒരു മെറൈറ്റൽ റിലേഷൻഷിപ്പിന് പോയാലോ, അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് ആണോ ബെസ്റ്റ്, അപ്പം ഇതൊക്കെ എന്താ പറയുക നല്ലതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് ഒരു പേഴ്സണൽ ചോയ്സ് ആണ് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അത് ലിവിങ് ടുഗെദർ ആവാം, അല്ലെങ്കിൽ ഒരു അറേഞ്ച് മാരേജ് വഴിയുള്ള റിലേഷൻഷിപ്പ് ആവാം. എന്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ്, ഇപ്പോൾ ഈവൻ ഡേറ്റിംഗ് ആപ്പ് ആണെങ്കിൽ അതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവാം, പോസിറ്റീവ്സ് ഉണ്ടാവാം. നിങ്ങൾക്ക് ആളുമായിട്ട് കൂടുതൽ അറിയാൻ പറ്റും എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാതെ നോക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പാം ആയിരിക്കും, പലരുടെയും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഈ ലിവിങ് ടുഗെദർ വഴിയും അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പും വഴിയൊക്കെ റിലേഷൻഷിപ്പിൽ പോയ ഒരുപാട് പേര് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിട്ട് എൻ്റെ അടുത്ത് എത്താറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആണോ, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം, അതിനെയൊക്കെ നേരിടാൻ നമ്മൾ പ്രാപ്തരാണോ എന്നുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് ആലോചിച്ച ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കാൻ പാടുള്ളൂ.